പയസ്വിനി മാവിന്റെ അതിജീവനത്തിന് 4 വർഷമാകുന്നു. സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച മാവിനെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് വയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നടുകയായിരുന്നു. നിറയെ പച്ച പുതച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണിപ്പോൾ പയസ്വിനി. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച തേന്മാവ് പയസ്വിനി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് വയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ട് 4 വർഷമാകുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു അന്ന് മാവിൻ തൈ നട്ടത്. സുഗതകുമാരി തന്നെയാണ് പയസ്വിനി എന്ന പേരിട്ടതും. ദേശീയപാതാ വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പയസ്വിനി പറിച്ചു നട്ട് സംരക്ഷിക്കാൻ ആവശ്യമുയർന്നു. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി രംഗത്ത് വന്നതോടെ കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്താണ് 16 വർഷം പ്രായമായ മാവ് 2022 ജൂൺ 15 ദേശീയപാതയ്ക്കരികിൽ നിന്ന് അടുക്കത്തുവയൽ ഗവൺമെന്റ് സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത്. ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിന്റെ ഭാവി വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത്. നേരത്തെ പൂത്ത മാവ് മറ്റൊരിടത്തേക്ക് മാറ്റി നടുമ്പോൾ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെയും അസ്ഥാനത്താക്കിയാണ് പയസ്വിനി വളർന്നത്. മാവ് തളിരണിഞ്ഞതും പൂവിട്ടതുമായ വളർച്ചാഘട്ടങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി സ്നേഹികളും കൗതുകത്തോടെ വീക്ഷിച്ചു വരികയായിരുന്നു. ഇവരുടെയെല്ലാം മികച്ച പരിചരണത്തിൽ നിറയെ പച്ചപൊതിച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പയസ്വിനി. ഇത് ഇങ്ങനൊരു മരം സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും, അത് വേരോട് കൂടിയാണോ അതല്ല എന്തായിരിക്കുമെന്ന ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. കൊണ്ടുവരുമ്പോൾ 2 ക്രെയിനും കാര്യങ്ങളായിട്ട് വെറും ഒരു വിറക് കൊള്ളി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു സമയത്ത് അധ്യാപകരടക്കം ഞങ്ങളടക്കം പറഞ്ഞിരുന്നത് ഇതൊരിക്കലും അത് പൂവിടുകയോ അല്ലെങ്കിൽ വളരുകയോ വേരുപിടിക്കുകയോ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിലല്ല, സാധാരണ വേരുണ്ടെങ്കിലാണല്ലോ ഒരു മരം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് അത് മാസങ്ങൾക്ക് ശേഷം ഇല വരികയും അത് പച്ചപ്പ് പിടിക്കുകയും ചെയ്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. നടുമ്പോൾ ഇല ഉണ്ടായിട്ട് നട്ടിട്ട് കുറച്ച് ദിവസം മാസമെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ഇല വന്നു, തണലെല്ലാം കിട്ടി, മാങ്ങയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ലൈബ്രറി പീരീഡിന് ഈ മരത്തിൻ്റെ തണലിൽ നിന്നാണ് പുസ്തകമെല്ലാം വായിക്കൽ. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കുറച്ച് നമ്മളിവിടെ ഇരിക്കലെല്ലാം ഉണ്ട് തണലിൽ. മരണവഴിയിൽ നിന്നും ജീവിത പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയ പയസ്വിനിയുടെ അതിജീവന കഥ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഓരോ പരിസ്ഥിതി ദിനം ബന്ധണിയുമ്പോഴും ഈ മാവ് തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച സന്തോഷം നൽകുന്നതാണ്. റോഡ് വികസനത്തിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു മരത്തിനാണ് ഇവിടെ പൊതുജീവൻ നൽകിയത്. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ വരും തലമുറയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമായി മാറുകയാണ് പയസ്വിനി എന്ന ഈ മാവ്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.